യേശു സന്നിധി മമ ഭാഗ്യം. ക്ലേശം മാറ്റി മഹാ സന്തോഷം നൽകുന്ന, ക്ലേശം മാറ്റി മഹാ സന്തോഷം നൽകുന്ന യേശു സന്നിധി മമ ഭാഗ്യം. നമ്മുടെ നാട്ടിൽ കൂണുകൾ പോലെ പൊട്ടിമുളയ്ക്കുന്ന ഒരു സംവിധാനമാണല്ലോ ആശുപത്രികൾ. എവിടെ നോക്കിയാലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് 2 ഹോമിയോ ഡിസ്പെൻസറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 കിലോമീറ്ററെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യണമായിരുന്നു. ഈ 10 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഒരു സാധാരണ ഹോസ്പിറ്റലാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാലത്ത് ആ സംവിധാനങ്ങളെല്ലാം മാറി. നാട്ടിൻ പുറത്ത് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ധാരാളം ഉണ്ടായിക്കഴിഞ്ഞു. ഞങ്ങളുടെ സമീപത്ത് തന്നെ ചുറ്റുപാടുകളിൽ വളരെയധികം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇന്നുണ്ട്. ഒരു ബിസിനസ്സായി അത് മാറിയിരിക്കുന്നു. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അവിടെ ഉള്ളത്? നമ്മൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേരുകൾ ഞാനൊന്ന് വായിക്കാം. ജനറൽ മെഡിസിൻസ്, പീഡിയാട്രിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പൾമനോളജി, കാർഡിയോളജി, ന്യൂറോളജി, എൻഡോക്രൈനോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, നെഫ്രോളജി, റുമാറ്റോളജി, ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇനി സർജറിയുടെ വിഭാഗമാണെങ്കിൽ ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, ന്യൂറോ സർജറി, കാർഡിയോതൊറാസിക് സർജറി, പ്ലാസ്റ്റിക് സർജറി, വാസ്കുലർ സർജറി, പീഡിയാട്രിക് സർജറി, ഗൈനക്കോളജി, ENT, ഒഫ്താൽമോളജി, യൂറോളജി, ആൻട്രോളജി, ഡെന്റിസ്ട്രി, റേഡിയോളജി. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എണ്ണമറ്റ ഡിപ്പാർട്ട്മെൻറ്റുകൾ. എന്തെല്ലാം ചികിത്സകളാണ് ഇപ്പോഴുള്ളത്. ഓരോ അസുഖത്തിനും അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെട്ട ഡോക്ടറെ നാം കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ചികിത്സിക്കുന്ന ചികിത്സയാണ് അതിനാവശ്യമായിട്ടുള്ളത്. അദ്ദേഹം നൽകുന്ന മരുന്നുകൾ മാത്രമേ നമുക്ക് ആ ഒരു രോഗത്തിന് കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇന്നത്തെ ഒരു സംവിധാനം. എന്നാൽ പഴയകാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹോമിയോ ഡോക്ടറാണ് നാട്ടിൻ പുറത്തുണ്ടായിരുന്നത്. എല്ലാ ചികിത്സകളും അദ്ദേഹം തനിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന മെഡിക്കൽ ലബോറട്ടറികളോ മെഡിക്കൽ സ്റ്റോറുകളോ ഒന്നും അന്നില്ലായിരുന്നു. ഈ ബ്ലഡ് വർക്കുകളൊന്നും അന്ന് അങ്ങനെ ചെയ്യാനുള്ള സംവിധാനങ്ങളെ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിയെല്ലാം മാറി. ഏത് കുഗ്രാമത്തിൽ ചെന്നിരുന്നാലും അവിടെയെല്ലാം ഇഷ്ടം പോലെ ലബോറട്ടറികൾ, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകൾ, എല്ലാ സംവിധാനങ്ങളും ആവശ്യത്തിന് അനുസരിച്ചായി കഴിഞ്ഞു. വാസ്തവത്തിൽ അസുഖങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ അതിന് അസുഖങ്ങൾ ആരംഭിക്കുകയാണ്. വാക്സിനേഷൻ എടുത്താണ് അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. എത്രയോ വാക്സിനേഷനുകൾ അതിൻ്റെ ജനന സമയത്ത് തന്നെ അതിന് ലഭിക്കുന്നു. അങ്ങനെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ രോഗത്തോടു കൂടെയാണ്. മനുഷ്യൻ്റെ രോഗങ്ങളെ നോക്കുമ്പോൾ 3 തരത്തിൽ അതിനെ തിരിക്കുവാൻ സാധിക്കും. ആത്യന്തികമായി 3 വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അത് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ, മാനസികമായിട്ടുള്ള അസുഖങ്ങൾ, മൂന്നാമത്തേത് ആത്മീയമായിട്ടുള്ള പ്രയാസങ്ങൾ. നാം അനുഭവിക്കുന്ന എന്ത് കാര്യവും ആയിക്കൊള്ളട്ടെ, അത് ഈ 3 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ വരുന്നതാണ്. ഈ 3 കാര്യങ്ങൾക്കും ഒരു ഡോക്ടറുടെ അടുക്കൽ ചെല്ലുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് എത്രയോ വലിയൊരു കാര്യമാണ്. ശാരീരികമായ പ്രയാസങ്ങൾക്ക്, മാനസികമായ വിഷമങ്ങൾക്ക്, ആത്മീയമായ പ്രയാസത്തിന് ഒരു ഡോക്ടറുടെ അടുക്കൽ ചെല്ലുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും സഹായവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം സാധാരണയായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്നതായ സമയത്ത് തന്നെ അവർ ചോദിക്കും, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്. നമ്മുടെ അസുഖം എന്താണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മളെ അയക്കാറുള്ളത്.
എന്നാൽ ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നതായ ഒരു വലിയ സഹായമുണ്ട്. ആ സഹായം 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളായിരുന്നാലും മാനസികമായ പ്രയാസങ്ങളായിരുന്നാലും നമ്മുടെ ആത്മീയമായ ആവശ്യങ്ങളായിരുന്നാലും ഈ മൂന്നിനും ഒരേപോലെ നമുക്ക് സഹായം ലഭിക്കുന്ന ഒരേ ഒരു സ്ഥാനം വലിയവനായ ദൈവത്തിൻ്റെ അരികിലാണ് എന്നുള്ളത് 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശാരീരികമായ ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മെ സഹായിക്കുന്ന നല്ല ഇടയനായ വലിയവനായ ദൈവത്തെ ദാവീദ് രാജാവ് കാണിച്ചു തരികയാണ്. മാനസികമായ പ്രയാസങ്ങളുടെ സമയത്തും നമ്മെ താങ്ങി സഹായിക്കുന്ന വലിയവനായ ദൈവം ഈ ജീവിതത്തിനപ്പുറമായി ആത്മാവിൻ്റെ സഹായത്തിനെത്തുന്ന വലിയവനായ ദൈവത്തിൻ്റെ നിത്യമായ സഹായം. എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ 23-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് രാജാവ് നമുക്ക് നൽകുന്നത്. ആരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മെ സഹായിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ സ്വർഗീയമായ കരങ്ങളെ സംബന്ധിച്ചാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ തക്ക സമയത്ത് തീർത്തു തരുന്നവനാണ് വലിയവനായ ദൈവം. തൃശ്ശൂർ സ്വദേശിയായിരുന്ന ദൈവദാസൻ TD ജോർജ് അവർകൾ എഴുതിയ ഗാനമാണല്ലോ യേശു സന്നിധി മമ ഭാഗ്യം എന്നുള്ളത്. അതിൽ താൻ പാടുന്നത് ഇങ്ങനെയാണ്: തക്ക സമയമെല്ലാ മുട്ടും പ്രയാസവും തൻ മക്കൾക്കു തീർത്തു കൊടുത്തിടും നോരൻ, മക്കൾക്കു തീർത്തു കൊടുത്തിടും നോരൻ, യേശു സന്നിധി മമ ഭാഗ്യം. തക്ക സമയം എല്ലാ മുട്ടും പ്രയാസവും തീർത്തു തരുന്നവനാണ് ദൈവം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തി പ്രാണനെ തണുപ്പിച്ച് തിരുനാമ നിമിത്തം നീതിപാതകളിൽ നടത്തി നമ്മെ സഹായിക്കുന്ന ആ സഹായങ്ങൾ എത്രയോ അത്ഭുതകരമായ സഹായങ്ങളാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും ഭയാനകമായ മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ പോലും കർത്താവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നു. എത്രയോ ആശ്വാസകരമാണിത്. ജീവിതത്തിൻ്റെ അങ്ങേയറ്റം ചെല്ലുന്ന സമയത്തും എല്ലാവരും കൈവിടുന്നതായ സമയത്തും വൈദ്യശാസ്ത്രം പോലും നമ്മെ കൈവിടുന്ന സമയത്ത് വലിയവനായ ദൈവം നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് എത്ര വലിയ ആശ്വാസമാണ് പ്രിയമുള്ളവരെ. അവസാന വാക്യങ്ങളിൽ നാം വായിക്കുന്നത് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നാണ്. നിത്യത മുഴുവനും കർത്താവിനോടുകൂടെ വാസം ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു നിത്യജീവിതത്തെ സംബന്ധിച്ച് പോലും ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്ന വിലയേറിയ അറിവിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നോക്കുക, ശാരീരികമായ പ്രയാസങ്ങളായിരുന്നാലും മാനസികമായ പ്രയാസങ്ങളായിരുന്നാലും ആത്മീയമായ ആവശ്യങ്ങളായിരുന്നാലും എല്ലാറ്റിനും നമ്മെ സഹായിക്കുന്ന ഒരേ ഒരുവൻ വലിയവനായ ദൈവം മാത്രമാണ്. ഇന്ന് രാവിലെ ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതൊരു പ്രയാസമായിരുന്നാലും ഏത് സമയത്തും വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും ആ കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന ഈ ഒരു ഭാഗ്യം എത്ര വിലയേറിയതാണ് പ്രിയമുള്ളവരെ. നാം അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മോട് പറയുന്നതായ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. നീ ഭയപ്പെടേണ്ട കുഞ്ഞെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ കർത്താവിൻ്റെ കരം ഇന്ന് രാവിലെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഇന്നത്തെ ദിവസം ആ വലിയ സഹായവും ആശ്വാസവും
തക്ക സമയത്ത് പ്രാപിച്ച് അനുഗ്രഹീതരായി ജീവിക്കുവാൻ കർത്താവ് എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ലതും വിലയേറിയതുമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് ഞങ്ങളുടെ മുട്ടും പ്രയാസങ്ങളും എല്ലാം തീർത്തു തരുന്ന അവിടുത്തെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കായും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ശാരീരികമായ പ്രയാസങ്ങളുടെ സമയത്ത്, ഞങ്ങളുടെ മാനസികമായ വ്യഥകളുടെ സമയത്ത്, ഞങ്ങളുടെ ആത്മീയമായ ആവശ്യങ്ങളുടെ സമയത്ത് ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണ് നിറയുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ഒരു കരം ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഭയപ്പെടാവുന്ന സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നരുളി ചെയ്യുന്ന സ്വർഗീയമായ ആ ശബ്ദത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിത്തരികയും ഞങ്ങളെ സമാധാനത്തിലും സന്തോഷത്തിലും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും ക്ഷീണിതർക്ക് ആശ്വാസവും നൽകി അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ശുദ്ധാത്മാവാ